മുതിർന്ന പിന്നെ കുട്ടികളെ പറ്റൂല, കുട്ടികൾക്ക് വയസ്സാരെ പറ്റൂല, വയസ്സന്മാർക്ക് കുട്ടികളെ പറ്റൂല. എവിടെ വലിയവരോടുള്ള ബഹുമാനം ചെറിയവരോടുള്ള കാരുണ്യം ഇല്ല, അതൊന്നും കാണുന്നില്ല. റിട്ടയർഡായ വലിയൊരു മാറ്റാണ്. എന്തേ? കുട്ടികളെ കണ്ണിന്റെ നേരെ കണ്ടൂടല്ലോ വയസ്സന്മാർക്ക്. എല്ലാവർക്കും അല്ല ഞാൻ പറഞ്ഞേ, പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവർക്കല്ല, വണ്ടിയുടെ കാറ്റേക്കൊന്നും വേണ്ട, ഇവിടെ ഉള്ളവർക്കല്ല. വയസ്സന്മാർക്ക് കുട്ടികളെ എല്ലാവരും ചെറുതായിട്ട് വലുതായ തന്നെയല്ലേ. ആരും സ്വാലിഹ് നബിയിലെ ഒട്ടകത്തിന്റെ മാതിരി പാറന്റെ ഉള്ളിൽ നിന്ന് ഇത്ര വലുപ്പത്തിലാണ് വന്നോന്നല്ലോ. എല്ലാ മനുഷ്യന്മാരും ചെറുതായിട്ട് ഇത്ര വലുപ്പത്തിൽക്കായതാണ്. നമുക്കും ഒരു കുട്ടിക്കാലം കഴിഞ്ഞു പോയില്ലേ. എന്താ കുട്ടികളോടുള്ള കാരുണ്യം എന്ന് പറഞ്ഞാൽ? ചെറിയവരോടുള്ള കാരുണ്യം അത് എല്ലാ നിലക്കും ബാധകമാണ്. ജോലിയുള്ളവൻ ജോലിയില്ലാത്തവനോട് കാരുണ്യം കാണിക്കണം, അതും ചെറുപ്പം വലുപ്പം തന്നെയാണ്. സ്ഥാനമുള്ളവൻ സ്ഥാനമില്ലാത്തവനോട് കാരുണ്യം കാണിക്കണം. ചെറിയവർ വലിയവരെ ബഹുമാനിക്കണം, സ്ഥാനമില്ലാത്തവർ സ്ഥാനമുള്ളവരെ ബഹുമാനിക്കണം. എല്ലാം. ഇന്നോവയിൽ പോകുന്നവൻ ബൈക്കിൽ പോകുന്നവനോട് വാത്സല്യം കാണിക്കണം എന്ന്. ഞാനാണ് ബൈക്കോട്ടെ എന്ന് തീരുമാനിക്കലല്ല, ഇത് ബൈക്കോ ഓൻ തിരിച്ചും വേണം. നിങ്ങൾ ഇന്നോവയിലല്ല, നിങ്ങൾ ബൈക്കോളിന്ന് ഓനും തീരുമാനിക്കണം. ഒരു പ്രശ്നമില്ല, ആരും മറ്റൊരു മനുഷ്യന് അവസരം കൊടുക്കണില്ല. എല്ലാവർക്കും അവനവന്റെ കാര്യം അറിയുള്ളൂ. എന്താ കേട്ടാ? എന്നിട്ട് നമ്മളോടാണ് പറഞ്ഞിട്ടുള്ളത്, വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും ഇന്റെ സമുദായമല്ല. പിന്നെ ആരെ സമുദായത്തിലാണ് നമ്മൾ പെടുക? ഹദീസായിട്ട് നിന്നിട്ടൊരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ഇറക്കിക്കൊണ്ടുവരും, നമ്മുടെ ജീവിത ചുറ്റുപാടിലേക്ക് അതിനെ കൊണ്ടുവരും. അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഅമലുസ് സ്വാലിഹാത്ത്. ത്വയ്യിബാത്ത് മാത്രം നിങ്ങൾ കഴിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. സൽക്കർമ്മം പ്രവർത്തിക്കാനുള്ള തൗഫീഖ് വേണമെങ്കിൽ ത്വയ്യിബാത്ത് മാത്രം കഴിക്കണം. സൽക്കർമ്മം പ്രവർത്തിക്കാൻ ഒരു മനുഷ്യന് തൗഫീഖ് കിട്ടുന്നത് ത്വയ്യിബാത്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അതായത് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം ത്വയ്യിബാവണം. എന്താ ഭക്ഷണം ത്വയ്യിബാകുക എന്ന് പറഞ്ഞാല്? ഞാൻ പ്രാവശ്യം സൗദിയിൽ പോയ സമയത്ത് ഒരു സുഹൃത്തിന്റെ റൂമിൽ താമസിച്ചു. അവനോട് അനുഭവം പറഞ്ഞു. മൂപ്പര് വിദേശത്തുനിന്ന് ക്രോക്കറി ഐറ്റംസ് അതുപോലെ ഫർണിച്ചറുകൾ ഒക്കെ ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്തുന്ന ഒരു കമ്പനിയുടെ ഉടമയാണ്. 24 ലക്ഷം റിയാൽ മുടക്കിയിട്ട് ആരംഭിച്ച കമ്പനിയാണ്. ഇതുവരെ ലാഭമൊന്നും എടുത്തിട്ടില്ല. ലാഭമൊന്നും എടുത്തിട്ടില്ല. 4 ആളുകൾ ചേർന്ന കമ്പനി, നല്ല കമ്പനി. ആ കമ്പനിയിൽ മാനേജറായിട്ട് തൊപ്പിയിട്ട ഒരാളെ കൊണ്ടുവന്നു. തൊപ്പിട്ട ആളെന്നുള്ളത് ഞാൻ വിശദീകരിക്കണ്ടെന്ന് എനിക്ക് തോന്നണേ. തൊപ്പിട്ട ഒരാളെ കൊണ്ടുവന്നു, വിശ്വസ്തൻ. നല്ലവർക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. ബിസിനസിന്റെ എല്ലാ ഐഡിയയും കാണിച്ചു കൊടുത്തു. പർച്ചേസിന് കൊണ്ടുപോയി. ഈ ബിസിനസിന്റെ വലിയൊരു സംഗതിയാണ് എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത്. പർച്ചേസിനും കൊണ്ടുപോയിട്ട് അതും കാണിച്ചു കൊടുത്തു. പ്രധാനപ്പെട്ട ഒരു ഓണർ, നടത്തിക്കൊണ്ടിരിക്കുന്ന ഓണർ 6 മാസത്തെ ലീവിന് നാട്ടിൽ വന്ന് തിരിച്ചെത്തിയപ്പോഴേക്ക് ഇതേപോലത്തെ വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിന്റെ കീഴിൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു. മറ്റോടുന്ന് ശമ്പളം പറ്റുന്നുണ്ട്. എങ്ങനെ ത്വയ്യിബാകുക? ആ ശമ്പളം ഒഴിവാക്കിയിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് സമാധാനം ഉണ്ട്. ഈ പണിയൊക്കെ ചെയ്യുന്നത് അപ്പുറന്ന് ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ്. 900 രൂപ ശമ്പളം പറ്റുകയും 1000 രൂപക്ക് പണിയെടുക്കുകയും ചെയ്താൽ ത്വയ്യിബാണ്. 1000 റുപ്യക്ക് പണിയെടുക്കുകയും 1100 റുപ്യ പറ്റുകയും ചെയ്താൽ ത്വയ്യിബാവില്ല. തന്നെ സംഗതി. ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറി ഒരു കട്ടൻ ചായ വാങ്ങി. ഒരു ചെറുനാരങ്ങന്റെ കഷ്ണം തരുമെന്ന് ചോദിച്ചു, അതും കൊടുത്തു തന്നു. ഈ ചെറുനാരങ്ങന്റെ കഷ്ണം അതിലേക്ക് ഇങ്ങനെ പീഞ്ഞങ്ങാണ്ട് ചായ കുടിച്ചു. കട്ടൻ ചായന്റെ പൈസ കൊടുത്തും ചെയ്തു. ചെറുനാരങ്ങ പോലും ഫ്രീ തന്നതാണ്. ലാഭോ നഷ്ടോ? കട്ടൻ ചായക്ക് 7 രൂപ, ചെറുനാരങ്ങ ലൈം ടീക്ക് 13 രൂപ. കച്ചവടക്കാർക്ക് 6 രൂപ നഷ്ടമുണ്ട്. ആ 6 രൂപ ഇവന്റെ വയറ്റിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. 6 റുപ്യ നിസ്സാരായിരിക്കും. അമലു സ്വാലിഹാത്തിന്റെ അവസരം നഷ്ടപ്പെടും.
ത്വയ്യിബാത്തല്ലാത്തത് വയറ്റിക്കെത്തിയാൽ അമലു സ്വാലിഹാത്തിന്റെ അവസരം നഷ്ടപ്പെടും. നല്ലോണം സൂക്ഷിക്കണം. ഭക്ഷണമാണ് ഏറ്റവും സൂക്ഷിക്കാനുള്ളത്. എന്നാലോ നമുക്ക് തീരെ സൂക്ഷിക്കാൻ പറ്റാത്തത് ഭക്ഷണമാണ്. എന്തും കഴിക്കാന്നുള്ളിടത്തുള്ളത്. ഏറ്റവും സൂക്ഷ്മത കാണിക്കേണ്ടത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ്. അഭിമാനമതിന് ക്ഷതം വരും വെള്ളം കുടി എന്നാലൊഴിക്കും അന്നു ഞാനാ നടപടി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന തരത്തിൽ പച്ചവെള്ളം ഞാൻ കുടിക്കില്ല. ഒരു ഗ്ലാസ് വെള്ളം തരുമോന്ന് ചോദിച്ചാൽ അഭിമാനാണ് പോവെങ്കിൽ ആ വെള്ളം കുടിക്കാതെ മരിക്കലാണ് ഭേദം. എന്നാലും മനുഷ്യൻ അവന്റെ അഭിമാനം കളഞ്ഞിട്ട് പച്ചവെള്ളം കുടിക്കരുത്, അഭിമാനം കളഞ്ഞിട്ട് കട്ടൻ ചായ കുടിക്കരുത്, അഭിമാനം കളഞ്ഞിട്ട് ജ്യൂസ് കുടിക്കരുത്. അഭിമാനം കളഞ്ഞിട്ട് പൊറാട്ട തന്നരുത്. എന്നാലും നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ വരാൻ മറക്കണില്ല. കല്യാണത്തിന് നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ വരാൻ മറക്കണില്ല. പറയാൻ മറന്നാൽ പോകാം, പക്ഷെ ചോറ് കഴിക്കരുത്. പറയാൻ മറന്നതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോയിക്കോളി, ഭക്ഷണം കഴിക്കരുത്. കാരണം ആ ഭക്ഷണത്തിൽ അഭിമാനമില്ല, പോകുന്നതിൽ അഭിമാനമുണ്ട്. അപ്പൊ നല്ലോണം സൂക്ഷിക്കണം. ഹലാല് മാത്രമായാൽ പോരാ, ഭക്ഷണം തൊയ്യിബായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. ഞാൻ എന്തേ പറഞ്ഞത്? ആയത്തും ഹദീസും അത് തീരെ കഴിക്കൽ ഹലാലല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് പിന്നെ ബന്ധം പോലെ ഉണ്ടാവും കാര്യങ്ങൾ. നിർബന്ധിച്ചാലോ എന്നാണ് മൂപ്പര് ചോദ്യം. അത് തമ്മിലുള്ള ബന്ധം പോലെ ഉണ്ട്, അതേ അതിനെ പറ്റി പറയാനുള്ളൂ. എത്രയാണ് രണ്ടാളും കൂടി തമ്മിലുള്ള ബന്ധം വെച്ചാൽ ആ ബന്ധത്തിനനുസരിച്ചിരിക്കും. ഇതൊരു തമാശയാണ്. അത് പറയാൻ മറന്നതാണെങ്കിലും വരാൻ മറക്കണില്ല എന്നുള്ളത് ഒരു തമാശയാണ്. സംഗതി പറയാൻ മറന്നാൽ ആരും പോവില്ല. അഭിമാനമുള്ള മനുഷ്യൻ ക്ഷണിക്കാത്തതിന് വരൂല. പിന്നെ കാണുമ്പോ പറയുള്ളൂ, എന്താ ഇന്ന് പറയാഞ്ഞു, ഞാൻ പിന്നെ ഒരു ദിവസം വരണ്ടേ, എന്നാലും അന്ന് പോവില്ല. അപ്പൊ അതൊരു സംഗതി തന്നെയാണ്. എന്തായാലും അഭിമാനം കളയാൻ പാടില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. അഭിമാനത്തിന് ക്ഷതമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അഭിമാനത്തിനൊരു കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇതന്നെ സംഗതി. അപ്പൊ എന്തേ പറഞ്ഞു? ഹദീസുകൾ, ആയത്തുകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരണം. അപ്പോഴേ അതുകൊണ്ട് കാര്യമുള്ളൂ. പ്രമാണങ്ങൾ അല്ല, മുഅ്മിനിന്റെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? 5 വക്ത് നിസ്കരിക്കും, സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പങ്കെടുക്കും, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടേ സൂപ്പർ മാർക്കറ്റ് തുറക്കുള്ളൂ. പക്ഷെ തുറന്നിട്ട് എന്താ പരിപാടി? ചൈനയിൽ സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വിൽക്കുക. എങ്ങനെ തൊയ്യിബാക? നിങ്ങളാലേക്ക് ഞങ്ങൾ ചിരിക്കാൻ വേണ്ടി ഒന്നും പറയണില്ല. ഹദീസും ആയത്തും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വരണം, അപ്പോഴേ കാര്യമുള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിക്കുക. ഓരോ കാര്യങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാലാണ് മുന്തിക്കേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടല്ലല്ലോ നമ്മൾ വലത്തെ കാല് വെച്ച് പോരുന്നത്. പള്ളിയിലേക്ക് കയറുമ്പോ വലത് കാലാണ് വെക്കേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടല്ലല്ലോ നമ്മൾ ഇടത് കാല് വെക്കുന്നത്. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് അറിയാത്തത് കൊണ്ടല്ല നമ്മൾ പറയാത്തത്. കൊടുക്കലും വാങ്ങലും തിന്നലും കുടിക്കലും വലത്തെ കൈകൊണ്ട് മാത്രമേ ചെയ്യാവൂ. കൊടുക്കലും വാങ്ങലും തിന്നലും കുടിക്കലും വലത്തേതുകൊണ്ട് മാത്രമേ ചെയ്യാവൂ. അത് മീൻകാരന് പൈസ കൊടുക്കുകയാണെങ്കിലും വലത്തേതുകൊണ്ടേ കൊടുക്കാവൂ, മീൻ വാങ്ങുകയാണെങ്കിലും വലത്തേതുകൊണ്ടേ വാങ്ങാവൂ. ബസ്സിൽ കണ്ടക്ടർക്ക് പൈസ കൊടുക്കുകയാണെങ്കിലും വലത്തേതുകൊണ്ടേ കൊടുക്കാവൂ, കണ്ടക്ടറിൽ നിന്ന് ബാക്കി വാങ്ങുകയാണെങ്കിലും വലത്തേതുകൊണ്ടേ വാങ്ങാവൂ. 4 കാര്യങ്ങൾ നിർബന്ധം. തിന്നുക, കുടിക്കുക. കല്യാണത്തിന് പോയിട്ട് ഡിസ്പോസബിൾ ഗ്ലാസ് ഇടത്തെ കൈ പിടിച്ചിട്ട് നമ്മൾ വലത്തേതുകൊണ്ട് ഒന്നിങ്ങനെ താങ്ങും. എന്താ അതിന്റെ ആവശ്യം? ഡിസ്പോസിബിൾ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വട്ടം ഉപയോഗിക്കണുള്ളൂ, പിന്നെ അതൊന്നും വേറെ താങ്ങേണ്ട കാര്യമില്ല. അത് അതിനെ വലത്തുകൊണ്ടാണ് കുടിച്ചാൽ മതിയല്ലോ. വൃത്തിയേടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഗ്ലാസ് പിന്നെ ആരും ഉപയോഗിക്കണില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ശൈത്താനൊരു സപ്പോർട്ട്? കുടിക്കണത് ശൈത്താനെ കൊണ്ടാണ്, പടച്ചവനെ കൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കുക. ശൈത്താനെ കൊണ്ടാണ് കുടി, പടച്ചവൻ ഇങ്ങനെ ഒരു സഹായം പടച്ചവന്റെ. തിരക്കില്ല, വലത്തെ കഴിഞ്ഞ് അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല.
ആ ഒരു കുഴപ്പമില്ല എന്ന്, വെറുതെ അശ്രദ്ധ എന്നാണ് ഇതിന്റെ പേര്. ഇതൊന്നും നമുക്ക് അറിയാത്തോണ്ടല്ല. പിന്നെ എങ്ങനെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പറ്റൂ. മുഅ്മിനായ മനുഷ്യൻ ശ്രദ്ധയോടുകൂടെ ജീവിക്കേണ്ടവനാണ്. നന്നായി ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിച്ച് ജീവിക്കണം. വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം വലത്തേ ധരിക്കണം. ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തേ കാലിടണം. ചെരുപ്പ് ഊരുമ്പോൾ ആദ്യം ഇടത്തേത് ഊരണം. പള്ളിയിൽ കയറുമ്പോൾ ആദ്യം വലത്തേത്, ബാത്റൂമിൽ കയറുമ്പോൾ ആദ്യം ഇടത്തേത്. ശ്രദ്ധിച്ച് ചെയ്യണം. 21 ദിവസം ഒരു കാര്യത്തിൽ ഒരാൾ ശ്രദ്ധിച്ചാൽ 22ാമത്തെ ദിവസം മുതൽ ഓട്ടോമാറ്റിക് ആവും. ഒരു വിഷയം ഒരാൾക്ക് ശീലമാവാൻ എടുക്കുന്നത് 21 ദിവസമാണ്. കുട്ടികൾക്ക് 7 ദിവസം മതിയാവും, മുതിർന്നവർക്ക് 21 ദിവസം വേണ്ടി വരും. 21 ദിവസങ്ങൾ വീട്ടിൽ നിന്ന് ബിസ്മില്ലിട്ട് ഇറങ്ങൽ പതിവാക്കി നോക്കി. 22ാമത്തെ ദിവസം മുതൽ അത് നിങ്ങളെ ശീലമായിരിക്കും. 21 ദിവസം തഹജ്ജുദിന് ഒരേ സമയത്ത് ഉണർന്നാൽ 22ാമത്തെ ദിവസം മുതൽ നിങ്ങൾ അലാറം വെക്കാതെ ഉണർന്നിരിക്കും. മനുഷ്യ ശരീരത്തിന് വലിയ സംവിധാനങ്ങളുണ്ട് അല്ലാഹു തആല ഒരുക്കി തന്നിട്ടുള്ളത്. അതിനാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. ബയോളജിക്കൽ ക്ലോക്ക്. അള്ളാഹു മനുഷ്യനിൽ ചെയ്തു വെച്ചിട്ടുള്ള നിഅമത്തുകളെയും മനുഷ്യനിൽ ചെയ്തു വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെയും എണ്ണിയാലും പറഞ്ഞാലും ഒടുങ്ങൂല. അതുകൊണ്ട് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ഏടുകളല്ല, പുസ്തകങ്ങളല്ല, പ്രഭാഷണങ്ങളല്ല, മുഅ്മിനിന്റെ ജീവിതമാണ്. നമ്മളെ ജീവിതം കണ്ടിട്ട് ഇത് തരക്കേടില്ല എന്ന് ആൾക്കാർക്ക് തോന്നണം. നമ്മുടെ പെരുമാറ്റം കണ്ടിട്ട് തോന്നണം. 10 സീറ്റും ഉണ്ട്, 15 ആളും ഉണ്ടെങ്കിൽ 5 ആൾക്ക് സീറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ സീറ്റുള്ള 10 ആളിൽ നമ്മൾ പെടണോ, സീറ്റില്ലാത്ത 5 ആളിൽ പെടണോ? തന്നെ പ്രശ്നം. ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസിന്റെ ഷട്ടറിന്റെ ഉള്ളിൽ കൂടെ തൊപ്പിട്ട് സീറ്റ് പിടിച്ചിട്ട് കയറിയിരിക്കും. സീറ്റ് കുറവാണ്, ആള് കൂടുതലുണ്ട്. കാലിനെന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ തരക്കേടില്ല. വയസ്സായ ആളാണ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, നിൽക്കാൻ വയ്യെങ്കിൽ ഓക്കെ, അതൊന്നുമില്ല. കുട്ടികൾക്കാണ് സീറ്റ് കിട്ടുന്നത്. വലിയവരിങ്ങനെ കമ്പിമ തൂക്കാൻ വിധിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കമ്പിമ തൂങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്തോരം അഭിമാനം ഇക്കാരെന്നറിയോ? 10 സീറ്റും 15 ആളും. ആ സീറ്റ് കിട്ടിയ 5 ആളിൽ പെടുന്നതിൽ നമുക്ക് ഭയങ്കര അഭിമാനമായിട്ട് തോന്നും. വാസ്തവത്തിൽ സീറ്റ് മറ്റുള്ളവർക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ട് നിൽക്കുന്ന 5 ആളിൽ പെടുന്നതാണ് ഏറ്റവും വലിയ അഭിമാനം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇസ്ലാമിക പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്ന് മനസ്സിലാവും. മറ്റുള്ളവർക്ക് 1-ാം സ്ഥാനം, നമുക്ക് 2-ാം സ്ഥാനമാണ്. നമുക്ക് 1-ാം സ്ഥാനവും മറ്റുള്ളവർക്ക് 2-ാം സ്ഥാനവും തരും.